മാരീഡ് ആയിട്ടുള്ള കപ്പിളിനോട് അല്ലെങ്കിൽ കപ്പിൾസിനോട് ഡോക്ടർ ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വൈസ് ഡോക്ടർ കൊടുക്കുക? ഗർഭധാരണത്തിന് മുന്നോടിയായി കുറച്ച് തയ്യാറെടുപ്പുകളും പരിശോധനകളും അവരുടെ നിലയ്ക്ക് അവരുടെ റിസ്കുകളും ഒക്കെ നോക്കിയിട്ട് ചെയ്യണം, എന്നിട്ട് ഒരു പ്രഗ്നൻസിയിലോട്ട് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ കപ്പിൾസിനോടും ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ത്രീക്കാണെങ്കിൽ നമ്മൾ ബേസിക് ഇപ്പം ഈ പറഞ്ഞ പീരീഡൊക്കെ റെഗുലറാണ്, അവരുടെ ഷുഗർ, തൈറോയിഡ് ഇത്തരത്തിലുള്ള ഹോർമോണുകളൊക്കെ നോർമൽ നിലയ്ക്കാണെങ്കിൽ അവർക്ക് ഫോളിക് ആസിഡ് എന്നുള്ള സപ്ലിമെൻ്റൽ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പ്രഗ്നൻസിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇൻഫെർട്ടിലിറ്റി 1 വർഷത്തോളം അവർ ട്രൈ ചെയ്തു, പ്രഗ്നൻസിയിലോട്ട് എത്തിയിട്ടില്ല എന്നൊക്കെ ഉള്ള പ്രോബ്ലമായിട്ട് വരുന്ന കപ്പിളിൽ മെയിൽ പാർട്ട്ണറും സ്ക്രീൻഡ് ആയിരിക്കണം. ഇപ്പോൾ ഈ ഒരു സെമൻ പരിശോധനയും അനുബന്ധമായിട്ടുള്ള ഹോർമോൺ പരിശോധനകളും ഒക്കെ ഇവർക്ക് കൊടുക്കുന്ന ഏറ്റവും ബേസിക് ലെവലിലുള്ള എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഇതിലൊക്കെ എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ അതൊക്കെ എടുത്ത് അവരിപ്പോഴത്തെ നിലയ്ക്ക് നിൽക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടി മരുന്നുകളൊക്കെ എടുത്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജിൽ അവർ പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്ത് അതിലോട്ട് എത്തണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്.